മുൻപത്തെ ജനങ്ങൾ ലോക്സഭയിൽ വഖഫ് നിയമ ഭേദഗതിക്ക് അനുകൂലമായി പ്രതികരിക്കണമെന്ന് ആവശ്യപ്പെട്ട എംപിക്ക് നിവേദനം നൽകുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തയാണ്. ഇത് സംബന്ധിച്ച് നമ്മളോട് പ്രതികരിക്കുന്നതിനായി മുനമ്പത്ത് നിന്നും സിജി ജിൻസൺ മുനമ്പം സമരസമിതിയുമായി ബന്ധപ്പെട്ട് നമ്മളോട് പ്രതികരിക്കുവാനായി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ മുനമ്പത്തെ രാഷ്ട്രീയക്കാരൊന്നും അനുകൂല സാഹചര്യം അല്ലായിരുന്നു. അവർ പലപ്പോഴും വ്യത്യസ്തമായ മുഖഭാവങ്ങൾ കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് മുനമ്പത്തെ ജനത പോകാനുണ്ടായ സാഹചര്യം? ഞങ്ങളുടെ സമരം തുടങ്ങിയിട്ട് ഇന്നത്തേക്ക് 146 ദിവസമായി. അപ്പോൾ ഞങ്ങൾക്ക് ആകെയുള്ള ഒരു പ്രതീക്ഷ, വഖഫ് നിയമ ഭേദഗതി ബില്ലിൽ ഞങ്ങൾക്ക് അനുകൂലമായേക്കാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് എന്ന് ഞങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ MP ആയ ഹൈബിയുടൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്, മുനമ്പം വിഷയത്തിൽ അദ്ദേഹത്തിന് പ്രത്യേക താല്പര്യമുണ്ടെന്നും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് ഇതേക്കുറിച്ച് പഠിക്കുന്ന ഒരാളാണ് എന്നും കൂടി പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഭേദഗതിയിൽ മുനമ്പം ജനതയ്ക്ക് രക്ഷപ്പെടാനുള്ള ഒത്തിരി പഴുതുകളുണ്ട്. അപ്പൊ ആ പഴുതുകൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് കഴിഞ്ഞ പാർലമെന്റിൽ നമ്മൾ കണ്ടതാണ്, പ്രതിപക്ഷം ബഹളം ഉണ്ടാക്കുന്നതൊക്കെ കണ്ടതാണ്. അതുകൂടാതെ തന്നെ ഒരു പ്രതിപക്ഷം പറഞ്ഞിട്ടുണ്ട്, ഇനി അത് പല്ലും നഖവും ഉപയോഗിച്ച് അതിനെ എതിർക്കുമെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളുടെ MP ഞങ്ങളോട് ഇവിടെ വന്ന് പറഞ്ഞിരിക്കുന്നത് മുനമ്പം ജനതയുടെ കൂടെ ഉണ്ടാകുമെന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. ആ വാക്ക് പ്രവൃത്തിയിലോട്ട് കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ ഈ ഭീമഹർജിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് ഈ മാർച്ച് 10 തുടങ്ങുന്ന പാർലമെന്റ് സെക്ഷനിൽ ഞങ്ങളുടെ വഖഫ് നിയമ ഭേദഗതി ബില്ല് വരുമ്പോൾ മുനമ്പത്തെ രക്ഷിക്കാനായിട്ട് ഞങ്ങളുടെ MP വോട്ട് ചെയ്യണമെന്ന് കാണിക്കാനാണ് ഞങ്ങൾ ഇന്ന് ആ ഹർജിയുമായിട്ട് MP-യുടെ ഓഫീസിലേക്ക് പോയിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇനി അഥവാ കൂടെ നിന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനെ വിലയിരുത്തുന്നത്? ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പാർലമെന്റ് സമ്മേളനത്തിൽ പ്രതിപക്ഷം ഇതിനെ എതിർക്കുകയാണെങ്കിൽ കടലിന്റെ മക്കൾ കടലിലേക്ക് എന്നതാണ് ഞങ്ങളുടെ അടുത്ത സമരമുറ. ഈ സമരമുറ ഞങ്ങളുടെ ചിലപ്പോൾ അവസാനത്തെ സമരമായിരിക്കും. പ്രതിപക്ഷത്തിന് ഞങ്ങളോട് ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ ഈ ഭീമഹർജി ഞങ്ങളുടെ MP-ക്ക് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നുള്ള എല്ലാ MP-മാർക്കും കൂടിയുള്ള ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യവും പ്രതിപക്ഷം ഇതിനെ എതിർക്കുകയാണെങ്കിൽ കടലിന്റെ മക്കൾ കടലിലേക്ക് ഇറങ്ങുന്നതായിരിക്കും. പിന്നീട് തിരിച്ചു കയറുക എന്നുള്ളത് ഞങ്ങൾ ജീവൻ മരണ പോരാട്ടത്തിലാണ്. അപ്പൊ അതുകൊണ്ട് കടലിന്റെ മക്കൾ കടലിലേക്ക്, പ്രതിപക്ഷം ഇപ്രാവശ്യം ഇതിനെതിരെ പ്രക്ഷോഭം ഉണ്ടാക്കിയാൽ കടലിന്റെ മക്കൾ കടലിലേക്ക് എന്ന സമരമുറ തന്നെയായിരിക്കും ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അത് കേരളത്തിലുള്ള എല്ലാ MP-മാരും ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുമുണ്ട്.